എൻട്രൻസ് കോച്ചിങ് ഈ ഏരിയയിൽ പൊതുവെ പാല ബ്രില്യൻറ്റ് അതന്നെ ഒരു പേര് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പം പ്ലസ് ടു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഡോക്ടറാവണമെന്നുള്ള ആഗ്രഹം പാല തന്നെ. ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നല്ലോണം ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നത് നമുക്ക് ഭയങ്കര ഇതാണ്. കാരണം നമ്മൾ എന്ത് ഡൗട്ടുണ്ട് പോയി ചോദിച്ചാലും ഒരു നല്ലോണം പറഞ്ഞു തരും. ഇതിൻ്റെ ഫുഡ് എന്ന് പറയുമ്പോൾ അതുപോലെ ആദ്യ ആൾ ഇങ്ങനെ പറയും വേറെ എവിടെയെങ്കിലും എന്തായാലും കോളേജിലെല്ലാം പോയാൽ ഇതിൻ്റെ പകുതി പോലും നല്ല ഫുഡ് കിട്ടലുണ്ടാവില്ല. ചിലപ്പോൾ ഉള്ളിൽ നല്ല ഫുഡ് തന്നെയാണ്. നമുക്കറിയാത്ത കാര്യം നമ്മളിപ്പം പ്രോസസ്സിനോട് ചോദിച്ചാലേ നമുക്ക് മനസ്സിലാക്കാനാവും. അല്ലാണ്ട് ഇപ്പം എനിക്കൊരു അറിയാത്ത കാര്യം എനിക്ക് മടിയുണ്ട്, ഇപ്പം നീറ്റ് എക്സാമിന് ആ ക്വസ്റ്റ്യൻ വന്നാൽ എനിക്ക് മടിയായോണ്ടാന്ന് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് നമ്മൾ പ്രോസസ്സിനോട് ചോദിച്ച് ക്ലിയർ ചെയ്യാൻ തന്നെ വേണം. മുഹമ്മദ് ഫാദിൽ, കോഴിക്കോട് വില്യാപ്പള്ളി സ്വദേശിയായ മുഹമ്മദ്, കോഴിക്കോട് സ്വദേശിയായ ഫൈസൽ എയുടെയും നജ്മുനിസയുടെയും മകനാണ് മുഹമ്മദ് ഫാദിൽ. ബ്രില്യന്റിന്റെ പാലാ സെന്ററിലെത്തി നീറ്റ് റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലൂടെയാണ് മുഹമ്മദ് എൻട്രൻസ് പരിശീലനം നേടിയെടുത്തത്. കേൾക്കാം മുഹമ്മദിന്റെ വിജയരഹസ്യങ്ങൾ. നീറ്റ് 2026 അല്ലെങ്കിൽ നീറ്റ് 2026 അങ്ങനെ റിസൾട്ടുകൾ വന്നിരിക്കുകയാണ്. വിദ്യാർത്ഥികളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന റിസൾട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു എക്സാമിൽ ഏറ്റവും മികച്ച സ്കോറും റാങ്കും ഒക്കെ കരസ്ഥമാക്കി കേരളത്തിലെ ടോപ്പേഴ്സിൻ്റെ തന്നെ ഇടയിൽ എത്തിയിരിക്കുകയാണ് കോഴിക്കോട് വടകര സ്വദേശിയായ മുഹമ്മദ് ഫാദിൽ. അപ്പോൾ മുഹമ്മദ്, ആദ്യമേ തന്നെ ഒരു വലിയ കൺഗ്രാജുലേഷൻസ്. ഓക്കെ. അപ്പോൾ മുഹമ്മദിനെ പറ്റി തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മുഹമ്മദിന് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. എൻ്റെ പേര് മുഹമ്മദ് ഫാദിൽ. ഞാൻ കോഴിക്കോട് വടകരയിൽ ആണ്. ഉപ്പാൻ്റെ പേര് ഫൈസൽ, ഇപ്പോൾ ഗൾഫിലാണ്. പിന്നെ ഉമ്മ നജ്മുനിസ, ഉമ്മ ഹൗസ് വൈഫ് എന്നാണ്. പിന്നെ എനിക്ക് രണ്ടനിയനും ഒരനിയത്തിയാണ്. ഒരനിയൻ മുഹമ്മദ് ഹാഫിസ്, അവനിപ്പോൾ +1 പഠിക്കുന്നത്. പിന്നെ മുഹമ്മദ് ഫിസാൻ 7ാം ക്ലാസ്സിലാണ്. പിന്നെ അനിയത്തി ആമിന ഹിന ഫത്തും, അവളിപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് 1ാം ക്ലാസ്സിലാണ്. പിന്നെ ഞാൻ സ്കൂളിങ്ങൊക്കെ ഇവിടെ തന്നെ നാട്ടിൽ തന്നെ ആയിരുന്നു. LP സ്കൂള് വള്ളിയാടം LP, പിന്നെ വില്യാപ്പള്ളി UP സ്കൂള്, പിന്നെ 8ാം ക്ലാസ് മുതൽ +2 വരെ ഉള്ളത് വില്യാപ്പള്ളി MJ VHSS പഠിച്ചത്. അപ്പോൾ ഇത്ര വലിയൊരു വിജയമാണ് നീറ്റ് 2026 എക്സാമിൽ നേടിയിരിക്കുന്നത്. ഇത് എക്സ്പെക്ട് ചെയ്തിരുന്നോ? ഇത്ര റാങ്കൊന്നും ഇത്ര വരുമെന്ന് ആദ്യമൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നെ കിട്ടിയപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഓക്കെ. ആ ഒരു എക്സാം എഴുതിയപ്പോൾ എങ്ങനെയായിരുന്നു? കാരണം ഒരു എക്സാം നമ്മൾ എഴുതി അതിൻ്റെ ഒരു പിരിമുറുക്കമൊക്കെ നമ്മളിങ്ങനെ കളഞ്ഞു വരികയാണ്, അന്നേരമാണ് റീനീറ്റ് എന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ റീനീറ്റ് എക്സാം എങ്ങനെയായിരുന്നു? റീനീറ്റ് മെയ് 3 നമ്മൾ ശരിക്കുള്ള നീറ്റ് വെച്ച് നോക്കുമ്പോൾ നല്ല ടഫായിരുന്നല്ലോ. പിന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എക്സാം എഴുതി പുറത്തിറങ്ങുമ്പോൾ. കാരണം ഫിസിക്സൊക്കെ നല്ല ടഫ് തന്നെയായിരുന്നു. അപ്പോൾ ഏതൊക്കെ ഇപ്പോൾ ശരിയാണോ തെറ്റാണോ എഴുതി നോക്കി കിട്ടിയതൊക്കെ എഴുതിയെന്നുള്ളൂ. അപ്പോൾ ശരിയാണോ തെറ്റാണോ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ആൻസർക്ക് നോക്കിയപ്പോൾ പിന്നെ ടഫ് ആണ്, ഓരോ നല്ല മാർക്കുണ്ടപ്പോൾ ഒരു സമാധാനമായി. ഓക്കെ. ഓക്കെ. അപ്പോൾ ഈ ഒരു റിസൾട്ട് കിട്ടിയപ്പോൾ ഉള്ള ഒരു മൊമെൻ്റ് എങ്ങനെയായിരുന്നു? കാരണം റിസൾട്ട് വന്നു, ഇത്ര വലിയൊരു സ്കോർ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ ഒരു മൊമെൻ്റ് എങ്ങനെയായിരുന്നു? മൊമെൻ്റ് വളരെ സന്തോഷം. പിന്നെ നമ്മൾ ആദ്യം തന്നെ ഈ ആൻസർക്ക് നോക്കിയെങ്കിലും ആദ്യം ഒരു ടെൻഷൻ ഉണ്ടാവില്ല, ഈ തന്നെയാണ് ഞാൻ കറപ്പിച്ചതെന്നുള്ള ആ ഒരു. പിന്നെ റിസൾട്ട് വന്നിട്ട് അതിൻ്റെ മാർക്കുള്ളപ്പോൾ നല്ല സന്തോഷമുണ്ട്. അറിഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്തൊരു സന്തോഷമാണ്. ഓക്കെ. ഇത് റിസൾട്ട് അറിഞ്ഞപ്പോൾ ആരൊക്കെയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്? അതോ മുഹമ്മദ് തന്നെയാണോ റിസൾട്ട് നോക്കിയത്? റിസൾട്ട് ഞാൻ തന്നെ നോക്കിയത്. പിന്നെ ഉപ്പയും ഉമ്മയെല്ലാം വീട്ടിൽ തന്നെയാണ് നോക്കിയത്. അവരുടെയൊക്കെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അവരുടെ റെസ്പോൺസ് പറയുമ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷം. പിന്നെ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിൽ ഒരു ലൈഫും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അപ്പോൾ കണ്ണൂരിൽ നിന്ന് പാലായിലെ സെൻറ്ററിലായിരുന്നു അല്ലേ? പാലായിൽ. ഓക്കെ. അപ്പോൾ ആദ്യമായിട്ടാണോ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്? ഹോസ്റ്റൽ ലൈഫ് ആദ്യമായിട്ട്. ഹോസ്റ്റലിൽ ഫസ്റ്റ് ടൈമാണ് ഹോസ്റ്റലിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ഒരു ഫസ്റ്റ് കുറച്ച് കാലം ഒരു ഇതുണ്ടായിരുന്നു, ഒരു
വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് മാറി നിൽക്കുന്നതിൻ്റെ ഒരു ഇടങ്ങാറും ടെൻഷനും, പിന്നെ വേറെ ഒരു സ്ഥലം നമ്മൾ വടകരയിൽ നിന്ന് കോട്ടയത്ത് നിന്ന് പറയുമ്പോൾ കുറേ ദൂരെ തന്നെയാണല്ലോ, നമ്മളെല്ലാത്തിന്നും എല്ലാം ഒരു വേറെ ഒരു ഇതാണല്ലോ, ഡിഫറെൻ്റ് ആണ്. അപ്പോൾ കുറച്ച് ഇടങ്ങാറുണ്ടായിരുന്നു. പിന്നെ കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ വലിയൊരു പ്രശ്നമൊന്നുമില്ല. നമ്മൾ എല്ലാവരും ആയിട്ട് ഇതായപ്പോൾ എല്ലാം സെറ്റായി. നമ്മൾ ബ്രില്യൻ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും നല്ലൊരു കമ്പനി ആയിട്ട് എല്ലാവരും ഒരു സാറുമാരാണെങ്കിലും കുട്ടികളാണെങ്കിലും വേറെ വേറെ സ്ഥലത്തു നിന്നാണെങ്കിലും കുറച്ച് ദിവസം നിൽക്കുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും എല്ലാവരും സിങ്കായി. നമ്മുടെ നാട്ടിലുള്ള കുട്ടികളെല്ലാം പോലെ തന്നെ എല്ലാം സെറ്റായി. ഓക്കെ, അവിടുത്തെ ലൈക്ക് ടീച്ചിങ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ലൈക്ക് അവരുടെ പ്രൊഫസേഴ്സായിട്ടുള്ള ഇൻട്രാക്ഷനും കാര്യങ്ങളൊക്കെ? പ്രൊഫസേഴ്സ് എല്ലാം നല്ല തന്നെയാണ്. നമ്മൾ ഡൗട്ടെല്ലാം ചോദിക്കുന്നതാണെങ്കിലും പിന്നെ ക്ലാസ്സിലും ബേസ് മുതലേ നല്ലോണം പഠിപ്പിക്കുന്നുണ്ട് തന്നെ നമുക്ക് ഈ ബേസ് അറിയാത്ത കാര്യങ്ങളെല്ലാം കറക്റ്റ് മനസ്സിലാവും. പിന്നെ വളരെ ഇതാണ് നമുക്ക് എനിക്ക് പെട്ടെന്ന് കുറേ ഡൗട്ട് ഉണ്ടാവും. എല്ലാത്തിനും നല്ല ഡൗട്ടുള്ള ആളാണ്. അപ്പോൾ ഡൗട്ട് ചോദിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെ എന്തുണ്ടെങ്കിലും എനിക്ക് ഡൗട്ട് ചോദിക്കണം. പിന്നെ ചെറിയ ഡൗട്ടാണെങ്കിലും പിന്നെ പ്രൊഫസേഴ്സ് എന്ന് പറയുമ്പോൾ നല്ലോണം ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതും എനിക്ക് ഭയങ്കര ഇതാണ്. കാരണം നമ്മൾ എന്ത് ഡൗട്ടുണ്ട് പോയി ചോദിച്ചാലും അവർ നല്ലോണം പറഞ്ഞു തരും. പിന്നെ പറയുമ്പോൾ ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മുഹമ്മദ് പറഞ്ഞത്. കാരണം പല വിദ്യാർത്ഥികളും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ഡൗട്ട് ചോദിക്കാൻ ഇച്ചിരി മടി. അതായത് എൻ്റെ ഡൗട്ട് ഭയങ്കര സില്ലിയാണോ, ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് പ്രൊഫസർമാരോട് എന്ന് ചോദിക്കുന്നത്, അങ്ങനത്തെ ഒരു ആവശ്യമില്ലാത്ത കോംപ്ലക്സുകൾ പല വിദ്യാർത്ഥികൾക്ക് ഉള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിക്കും അങ്ങനെ ഒരു എന്താ പറയുക, ആ ഒരു മടി കാണിക്കേണ്ട ആവശ്യമുണ്ടോ? അതൊരിക്കലും ഇല്ലാതെ ഞാൻ പറയൂ. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല. ചിലപ്പം നമ്മൾ ഈസിയാന്ന് വിചാരിക്കുന്ന ഡൗട്ട് ചിലപ്പം നല്ല ഈസി ഒന്നും ആയിരിക്കില്ല, നമ്മൾ വിചാരിക്കുന്നതാവാം. ചിലപ്പോൾ തന്നെ ഈസി തന്നെ ആയിരിക്കും, പക്ഷെ നമുക്കറിയാത്ത കാര്യം നമ്മളിപ്പം പ്രോസസ്സിനോട് ചോദിച്ചാലേ നമുക്ക് മനസ്സിലാക്കാനാവും. അല്ലാണ്ട് ഇപ്പം എനിക്കൊരു അറിയാത്ത കാര്യം എനിക്ക് മടി കൊണ്ട് ഇപ്പം നീറ്റ് എക്സാമിന് ആ ക്വസ്റ്റ്യൻ വന്നാൽ എനിക്ക് മടിയായോണ്ടാന്ന് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് നമ്മൾ പ്രോസസ്സിനോട് ചോദിച്ച് ക്ലിയർ തന്നെ വേണം. അത് എന്നാലേ സെറ്റ് ആവുള്ളൂ. നമ്മൾ മടി കൊണ്ട് ഒരു ആവശ്യമില്ല. ഓക്കെ, അതുപോലെ ഹോസ്റ്റൽ ലൈഫൊക്കെ എങ്ങനെയായിരുന്നു? ഫുഡ്, സ്റ്റുഡൻസ്, ഫ്രണ്ട്സ്, അതുപോലെ നമ്മുടെ വാർഡൻസ്, ക്ലാസ് ടീച്ചേഴ്സ്, അതൊക്കെ എങ്ങനെയായിരുന്നു? എനിക്ക് ക്ലാസ് ടീച്ചർ തന്നെയാണ് എൻ്റെ വാർഡനും. അപ്പോൾ വാർഡനെല്ലാം നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ്. നമ്മൾ ഈ സാറ് നമ്മൾ പേടിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കുട്ടികൾ ഫ്രണ്ട്സിനോട്ട് തന്നെ പോലെ തന്നെ സംസാരിക്കാൻ ഇതെല്ലാം നല്ല കമ്പനിയാണ് എല്ലാവരും. പിന്നെ ഫുഡ് എന്ന് പറയുമ്പോൾ ഫുഡ് ഫസ്റ്റ് പിന്നെ ഒരു പ്രശ്നമുണ്ടെങ്കിലും പിന്നെ നമുക്ക് ഫുഡെല്ലാം നാട്ടിലുള്ള പോലെ തന്നെ അത് സെറ്റ് ആവും. നമുക്ക് ആദ്യമുള്ള പ്രശ്നമൊന്നും എന്തായാലും പ്രശ്നം ഉണ്ടാവില്ല. നല്ല ഫുഡ് തന്നെയാണ്. എനിക്ക് തോന്നുന്ന ഹോം സിക്നെസിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയെല്ലാം പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലാണ്ട് ബാക്കി നമുക്ക് നല്ല ഫുഡ് തന്നെയാണല്ലോ. ബ്രില്യൻ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഇങ്ങനെ പറയും, വേറെ എവിടെയെങ്കിലും എന്തായാലും കോളേജിലെല്ലാം പോയാൽ ഇതിൻ്റെ പകുതി പോലും നല്ല ഫുഡ് കിട്ടലുണ്ടാവില്ല. ചിലപ്പോൾ ബ്രില്യൻ്റ് നല്ല ഫുഡ് തന്നെയാണ്. രാവിലെ നല്ല എല്ലാം ഫുഡ് നല്ല തന്നെയാണ്. പിന്നെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഹോസ്റ്റലിൽ നമ്മൾ നല്ല കമ്പനി ആയിട്ട് തന്നെയാണ് പഠിക്കും. പിന്നെ നമ്മളിപ്പോൾ ഫുൾ ടൈം പഠിക്കില്ലല്ലോ, പഠിച്ച് കുറച്ച് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് കുറച്ച് സംസാരിക്കുകയും വർത്താൻ പറയുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ വലിയ നല്ലൊരു സ്കോർ കിട്ടിയിരിക്കുന്നു. ഏത് മെഡിക്കൽ കോളേജിൽ പഠിക്കാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ? എനിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു ആദ്യം പോകാൻ വളരെ ആഗ്രഹം. അവിടെ തന്നെ കിട്ടണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. വീടിൻ്റെ തൊട്ടടുത്താണ്. പിന്നെ ഇപ്പോൾ നല്ലൊരു മാർക്കെല്ലാം കിട്ടിയോണ്ട് ഇനി റാങ്ക് ലിസ്റ്റിലനുസരിച്ച് കുറച്ചുകൂടി നല്ലൊരു കോളേജ് കിട്ടുന്നതാണ് നമുക്ക്. കിട്ടുവാണെങ്കിൽ ഇല്ലെങ്കിൽ അവിടെ നമ്മൾ നല്ലൊരു കോളേജ് വേറെ കിട്ടുന്നില്ലെങ്കിൽ കോഴിക്കോട് തന്നെ, വേറെ ഒന്നുമില്ല. ഓക്കെ, കോഴിക്കോടും കേരളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് തന്നെയാണ്. ഓക്കെ, ഫൈൻ. അപ്പൊ മുഹമ്മദിന്റെ പഠന രീതികളൊക്കെ എങ്ങനെയായിരുന്നു? ഒരു നിശ്ചിത സമയം വെച്ചായിരുന്നു, അല്ലെ ഇത്ര മണിക്കൂർ ഒരു സബ്ജക്റ്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നോ? എങ്ങനെയായിരുന്നു ആ പഠന, അതിൻ്റെ ഒരു സ്ട്രാറ്റജി എന്നൊക്കെ പറയുവാണെങ്കിൽ? ഞാൻ ഡെയിലി ടോപ്പിക്സ് ആണ് ചാപ്റ്റർ എടുത്തു പോകുന്നത്. നമ്മൾ ക്ലാസ്സിൻ്റെ സമയത്ത് ഡെയിലി ടോപ്പിക് തന്നെയാണ് മെയിനായിട്ട് നോക്കുന്നത്. പിന്നെ ടൈം എന്ന് പറയുമ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്ന മുതൽ പഠിക്കാനിരിക്കും. പിന്നെ ചായ കുടിക്കുന്ന സമയവും പിന്നെ കുറച്ച് സമയം ഇങ്ങനെ വേറെ നമുക്ക് ഇങ്ങനെ ടൈം വെച്ചിട്ട് എത്ര സമയം ഒരു ദിവസം പഠിക്കണം എന്നുള്ള അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്തായാലും അവിടുന്ന് നമ്മൾ ഹോസ്റ്റലിൽ എന്തായാലും പഠിക്കാനല്ലേ ചെയ്യുള്ളൂ, വേറെ ഒന്നും ആക്കൂല. അപ്പോൾ പിന്നെ ടൈം വെച്ചിട്ട് അങ്ങനെയൊന്നുമില്ല. ഓരോ വിഷയവും ഡെയിലി ടോപ്പിക്സ് പഠിക്കുന്നതായാലും എന്തായാലും എല്ലാ ദിവസവും എല്ലാ വിഷയവും എന്തായാലും എടുക്കുമല്ലോ. അപ്പോൾ അത് അങ്ങനെ നോക്കുമല്ലോ. ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതായിരുന്നു? ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല, അങ്ങനെ എല്ലാത്തിനും ഒരുപോലെ. ബയോളജി എനിക്ക് പഠിക്കാൻ ഭയങ്കര ടഫ് എന്ന് പറഞ്ഞാൽ കുറേ വായിച്ച് ബൈ ഹാർട്ട് ചെയ്യേണ്ട നല്ല ടൈം എടുക്കും.
പക്ഷെ അത് എക്സാമിന് ഈസിയാണ്. പിന്നെ ഫിസിക്സും കെമിസ്ട്രിയും എന്ന് പറയുമ്പോൾ പഠിക്കാൻ ഭയങ്കര ഇഷ്ടം. ഫിസിക്സ് പഠിക്കുമ്പോൾ നമുക്ക് വേഗം കഴിയില്ല, നല്ല ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാനും നല്ല രസമാണ്. പിന്നെ ക്വസ്റ്റ്യൻ എക്സാമിന് വരുമ്പോൾ ടഫ് ക്വസ്റ്റ്യൻ വരുമ്പോൾ അപ്പോൾ അതുകൊണ്ട് പിന്നെ എല്ലാം ഒരേപോലെ എല്ലാത്തിനും ഒരേ സമയം. അതെ. ഓക്കെ. അപ്പോൾ മുഹമ്മദിന്റെ വാക്കുകൾ നമ്മൾ കേട്ടു. ഇനി മുഹമ്മദിന്റെ പേരൻസും കൂടെ ഉണ്ട്, അവരുടെ വാക്കുകളും കൂടെ നമുക്ക് കേൾക്കാം. പറ്റുന്നു. അപ്പോൾ മുഹമ്മദിന്റെ ഫാമിലി നമ്മളോടൊപ്പം അങ്ങനെ ചേർന്നിരിക്കുകയാണ്. സാർ നമസ്കാരം. അപ്പോൾ വലിയൊരു വിജയമാണ് മുഹമ്മദ് നേടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ എന്ത് തോന്നുന്നു? സന്തോഷം, വളരെ സന്തോഷം. ഓക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് ബ്രില്യൻറ്റ് തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം? ബ്രില്യൻ്റ് എൻട്രൻസ് കോച്ചിങ് നമ്മളെ ഈ ഏരിയയിൽ പൊതുവെ പാല ബ്രില്യൻറ്റ്, അതന്നെ ആ ഒരു പേര് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പം +2 കഴിഞ്ഞപ്പോൾ അങ്ങനെ ഡോക്ടർ ആവണമെന്നുള്ള ആഗ്രഹം പാല തന്നെ, രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. ഓക്കെ. ഉമ്മ, അപ്പോൾ ഇവൻ അത്രയും ദൂരെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവൻ്റെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതും ഇവൻ്റെ വെയർബോർഡ്സ് ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതും ഇവരുടെ ക്ലാസ് ടീച്ചേഴ്സ്, മെൻറ്റേഴ്സ്, കോർഡിനേറ്റേഴ്സ് ഒക്കെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ ഏറ്റവും കൂടുതൽ കോൺടാക്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾ പേരൻസുമായിട്ടായിരിക്കും അല്ലേ? അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു അവരുമായിട്ടുള്ള ഇൻട്രാക്ഷനൊക്കെ? അവർ എപ്പോഴും വിളിച്ച് ചോദിക്കുകയും ചെയ്യും, അങ്ങനെയാണ് അവന് എന്തെങ്കിലും ബുദ്ധിമുട്ട് പറയുന്നുണ്ടോ, അങ്ങനെയൊക്കെ അന്വേഷിക്കാറുണ്ട്. നമുക്ക് എന്തെങ്കിലും അവന് സുഖമില്ല എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് വിളിച്ചിട്ട് അവരോട് പറഞ്ഞാൽ അവരൊക്കെ ക്ലിയർ ചെയ്തോളും. നല്ലൊരു സപ്പോർട്ട്, എല്ലാ കാര്യങ്ങളും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ, അവർ എല്ലാ പറയാനും പറ്റും. ഒരു നല്ലൊരു രീതിയിലാണ് ഫുൾ സപ്പോർട്ടിങ് ആയിരുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു വിജയത്തിൽ എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? നമുക്ക് വളരെയധികം സന്തോഷം തന്നെ. നമ്മൾ ഇത്രയും ഒരു റിസൾട്ട് കിട്ടിയതിൽ നല്ല സന്തോഷമുണ്ട്. നല്ല സന്തോഷം. ഓക്കെ. അപ്പോൾ മുഹമ്മദ്, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആഗ്രഹിച്ച മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിഷൻ ലഭിക്കട്ടെ, ഏറ്റവും നല്ലൊരു കരിയർ രൂപപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ മുഹമ്മദിനെ ഒന്നും കൂടി കൺഗ്രാജുലേഷൻസ് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ താങ്ക് യു സർ. താങ്ക് യു മാം. Brilliant Study Center, India's #1 coaching center for NEET and JEE.